നമസ്തേ. UGC നെറ്റ് സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്ട്സ് കോഡ് 73. ഈ ഒരു ക്ലാസ്സിൽ ധർമ്മശാസ്ത്രത്തെപ്പറ്റി ചില കാര്യങ്ങൾ നോക്കാം. ധർമ്മലക്ഷണം തദ്വൈശിഷ്ട്യഞ്ച. ധർമ്മലക്ഷണം ധന്യ ധാരണപോഷണയോരിത്യസ്മാത് ധാതോഃ നിഷ്പന്നോയം ധർമ്മശബ്ദഃ. ധന്യ എന്ന ധാതുവിൽ നിന്നാണ് ധർമ്മശബ്ദമുണ്ടായിട്ടുള്ളത്. യജ്ഞധാരണ പാലന ധാർമ്മിക വിധി ധാർമ്മിക ഗുണ അധ്യയന ദാന തപ സ്വാധ്യായ നിയമാചരണ മാനവാധികാര കർത്തവ്യ നിയമ ആചാരവിദ്യാദിഷു അർത്ഥേഷു വേദോപനിഷദാദിഷു പ്രയുക്തോ ദൃശ്യത്തെ. ധരതി വിശ്വമിതി ധരതി ലോകാൻ ധ്രിയത്തെ വാ ജനൈരിതി. സ്യാദ്ധർമ്മമസ്ത്രിയാം പുണ്യശ്രേയസി സുകൃതം വൃഷഃ ധർമ്മസ്തു തദ്വിധിഃ ധർമ്മാഃ പുണ്യയമന്യായ സ്വഭാവാചാര സോമപാഃ ഇത്യമരകോശേ. ധർമ്മോസ്ത്രീ പുണ്യ ആചാരേ സ്വഭാവോപമയോഃ കൃതൗ അഹിംസോപനിഷദ്ന്യായേ ന ധനുർയമ സോമപേ ഇതി മേദിനീകോശേ. സുകൃതേ പാവനേ ധർമ്മേ ഇതി ഹൈമകോശേ. അയം ധർമ്മഃ കർത്തുരഭിമതഫലവർഷണാന്മന്വാദിഭിഃ വൃഷ ഇത്യുച്യത്തെ. യഥാ വൃഷോ ഹി ഭഗവാൻ ധർമ്മഃ. ധർമ്മസ്യ ലക്ഷണം പ്രായഃ സർവേഷു ശാസ്ത്രേഷു ഉപലക്ഷ്യത്തെ. യഥാ ധർമ്മത്തിൻ്റെ ലക്ഷണം പറയുന്നു. യേന കർമ്മണ വ്യക്തിത്വസ്യ ലൗകികോത്കർഷ സിദ്ധിർജായത്തെ സ ധർമ്മഃ ഇതി നാസ്തികാഃ ചാർവാകാഃ വദന്തി. ജൈനാനാം മതാനുസാരം ധർമ്മഃ പുദ്ഗള ഇത്യുച്യത്തെ. സോ ധർമ്മസൂക്ഷ്മപദാർത്ഥഃ തസ്യ പരമാണുരപി വിദ്യത്തെ. പുണ്യാധിഷ്ഠാനാത് തത്പരമാണോഃ നിർമ്മാണം ഭവതി. താദൃശാനാം പരമാണൂനാം സംയോഗാത് ധർമാത്മശരീരം നിർമ്മീയത്തെ. ഏവം പുണ്യവിശേഷനിർമ്മിതദേഹാരംഭക പുദ്ഗളനാമക പരമാണുരേവ ധർമ്മ ഇതി. നാസ്തികർ പറയുന്നു, ഏത് കർമ്മം കൊണ്ടാണോ വ്യക്തിത്വത്തിന് ലൗകികമായിട്ടുള്ള ഉത്കർഷം ഉണ്ടാകുന്നത് അതാണ് ധർമ്മമെന്ന്. ജൈനരുടെ അഭിപ്രായത്തിൽ പുദ്ഗള എന്നാണ് ധർമ്മത്തിനെ അവർ വിളിക്കുന്നത്. ബൗദ്ധാനാം മതേനം ബൗദ്ധരുടെ മതത്തിൽ ചത്വാരി ആര്യസത്യാനി സന്തി. 4 ആര്യസത്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് ബൗദ്ധരുടെ മതത്തിലുള്ള ആര്യസത്യങ്ങൾ? ദുഃഖം, ക്ഷണികത, സ്വലക്ഷണം, ശൂന്യഞ്ച. ദുഃഖം, ക്ഷണികത, സ്വലക്ഷണം, ശൂന്യഞ്ച. ശൂന്യം ഇതാണ് ദുഃഖം, ക്ഷണികത, സ്വലക്ഷണം, ശൂന്യം. ഇതാണ് ആര്യസത്യങ്ങൾ. യഥാ ഏതേഷാം അനുകൂലജ്ഞാനധാര മാനവസ്യ ഹൃദി പ്രവഹതി തഥാ ഏഷഃ ധർമ്മ ഇത്യുച്യത്തെ. ന്യായദർശനാധാരേണ ന്യായദർശനമനുസരിച്ച് ധർമ്മം ആത്മാവിൻ്റെ ഒരു ഗുണമാണ്. വിഹിതകർമ്മണ ശുഭപ്രവൃത്തിയാ ച ഏഷ ഉത്പദ്യത്തെ. വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട്, ശുഭമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ട് ഈ ധർമ്മം ഉണ്ടാകുന്നു. വൈശേഷിക ദർശനാനുസാരം വൈശേഷിക മതമനുസരിച്ച് യതോഭ്യുദയ നിശ്രേയസ സിദ്ധിസ്സ ധർമ്മ ഇതി. ധർമ്മോ ന കേവലം സ്വർഗപ്രാപ്ത്യർത്ഥം ഈശ്വരോപലബ്ധ്യർത്ഥം വാ വർത്തത്തെ അപിതു സ ഐഹലൗകികോന്നതി സാധകോപി ഭവതി. അസ്യാഭാവേ മനുഷ്യഃ പശുതുല്യഃ കൽപ്യത്തെ. തദുക്തം ധർമ്മേണ ഹീനഃ പശുഭിഃ സമാന. ഇഹലോകത്തിലും പരലോകത്തിലും യാതൊന്നിനെ കൊണ്ടാണോ നിശ്രേയസ് സിദ്ധി ഉണ്ടാകുന്നത്, പ്രേയസ് എന്നൊക്കെ അറിയപ്പെടുന്നു. പ്രേയസ് ഇഹലോകത്തിലുള്ള ഉത്കർഷത്തിനെ പറയുന്നു. ശ്രേയസ് പരലോകത്തിലുള്ള ഉത്കർഷത്തെ പറയുന്നു. അതിനെയാണ് ധർമ്മം. ഏതുകൊണ്ടാണോ അഭ്യുദയ നിശ്രേയസ സിദ്ധി ഉണ്ടാകുന്നത് അതാണ് ധർമ്മം എന്നാണ് വൈശേഷികർ പറയുന്നത്. സാഖ്യാനാം മതാനുസാരം സാഖ്യരുടെ മതം അനുസരിച്ച് യാഭിഃ ശാരീരിക മാനസിക ബൗദ്ധിക കർമ്മഭിഃ അന്തഃകരണേ വൈരാഗ്യസ്യ ശാന്തേശ്ച ജാഗരണം ഭവതി വിവേകഃ പ്രകാശ്യത്തെ ച സ ധർമ്മഃ.
എന്ന് സാഖ്യർ പറയുന്നു. യോഗദർശനാധാരേണ ശൗചസന്തോഷ തപസ്വാധ്യായേശ്വര പ്രണിധാനാനി നിയമാഹ ധർമാഹ. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നിങ്ങനെ നിയമങ്ങളിൽ പറയുന്നു. അതിനെ ധർമ്മമെന്ന് പറയുന്നു. അർത്ഥാത് ചിത്തവൃത്തേഹ ക്ലേശനിവാരണം പുരുഷസ്യ നിരോധോന്മുഖത്വം ചയേന കർമ്മണ ഭവതി തത് കർമ്മ ധർമ്മ ഇത്യുച്യത്തെ. അത്ര ധർമ്മ ഇത്യുക്തെ യമനിയമാസന പ്രാണായാമ പ്രത്യാഹാരാദയഃ മന്യന്തെ. യോഗശാസ്ത്രത്തിൽ 8 അംഗങ്ങൾ പറയുന്നു. ഇതിനെ ധർമ്മമെന്ന് പറയാം. ഏതേ പുരുഷഖ്യാതേഹ കൈവല്യസ്യ ച അനുരൂപാഹ സന്തി. ജൈമിനീയ ദർശനെ പൂർവമീമാംസയിൽ ധർമ്മത്തിൻ്റെ ലക്ഷണം ഇങ്ങനെ പറയുന്നു. വേദേന പ്രയോജനമുദ്ദിശ്യ വിധീയമാനാർത്ഥോ ധർമ്മ ഇത്. പ്രയോജനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് വേദം വിധിക്കുന്ന അർത്ഥം, അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അർത്ഥാത് വേദേന ലോകകല്യാണാർത്ഥം യാഗരൂപക്രിയാ പ്രതിപാദിതാഹ താഹ ധർമ്മപദവാച്യാഹ. അതായത് വേദത്തിൽ ലൗകിക കല്യാണത്തിന് വേണ്ടി, മംഗളത്തിന് വേണ്ടി യാഗം തുടങ്ങിയ ക്രിയകൾ പറയുന്നു. അവയെയാണ് ധർമ്മമെന്ന് പൂർവമീമാംസകർ വിളിക്കുന്നത്. കുമാരിലഭട്ട മതത്തിൽ ധർമ്മമെന്നാൽ ചോദനാലക്ഷണോർത്ഥോ ധർമ്മ ഇതി. തദുക്തം ശ്രേയോ ഹി പുരുഷപ്രതീതി സാ ദ്രവ്യഗുണകർമ്മഭി ചോദനാലക്ഷണൈസ്സാധ്യ തസ്മാത് തേഷ്വേവ ധർമ്മത. കൃഷ്ണയജ്വന മീമാംസാപരിഭാഷായാം ഉക്തമസ്തി യത്. കൃഷ്ണയജ്വാവ് മീമാംസാപരിഭാഷയിൽ പറയുന്നു, വേദബോധിതേഷ്ടസാധനതാക്കോ ധർമ്മ ഇതി. വേദത്തിനാൽ ബോധിപ്പിക്കപ്പെടുന്ന ഇഷ്ട സാധനതാകമായത് എന്തോ അതാണ് ധർമ്മം എന്ന് മീമാംസാപരിഭാഷയിൽ കൃഷ്ണയജ്വാവ് പറയുന്നു. തർക്കസംഗ്രഹത്തിൽ പറയുന്നു, വിഹിതകർമ്മജന്യോ ധർമ്മ ഇതി. തർക്കസംഗ്രഹേ വിഹിതകർമ്മജന്യോ ധർമ്മ ഇതി. വസിഷ്ഠൻ പറയുന്നു, ശ്രുതിവിഹിതോ ധർമ്മ ഇതി. ഹാരിതമതാനുസാരം ശ്രുതിസ്മൃതിവിഹിതോ ധർമ്മ ഇതി. ശ്രുതിസ്മൃതിവിഹിതമായിട്ടുള്ളത് എന്തോ അതാണ് ധർമ്മമെന്ന് ഹാരിതൻ പറയുന്നു. വേദാന്തദർശനാധാരേണ, വേദാന്തദർശനത്തിൽ അന്തഃകരണശുദ്ധി സാധകം കർമ്മധർമ്മ. അന്തഃകരണശുദ്ധി സാധകമായിട്ടുള്ള കർമ്മമാണ് ധർമ്മം. ധർമാനുഷ്ഠാനേന ഉച്ഛൃംഖല കർമ്മോപരി നിയന്ത്രണം ഭവതി. ദേഹാതിരിക്താത്മാനം പ്രതി ധ്യാനം യേന ഗച്ഛതി സധർമ്മ. മഹർഷി മനു പറയുന്നു, ദശപദാർത്ഥാനാം ധാരണം, 10 പദാർത്ഥങ്ങളുടെ ധാരണത്തിനെ ധർമ്മമെന്ന് അദ്ദേഹം സ്വീകരിക്കുന്നു. ഏതൊക്കെയാണ്? ധൃതി, ക്ഷമാ, ദമോസ്തേയം, ശൗചമിന്ദ്രിയ നിഗ്രഹ, ധീർവിദ്യ, സത്യമക്രോധോ, ദശകം ധർമ്മലക്ഷണം. ഇതൊരു ചോദ്യമായിട്ടുണ്ടായിരുന്നു. ധർമ്മലക്ഷണത്തിൽ പെടുന്നതേത്, പെടാത്തതേത്, അങ്ങനെ എന്തോ ഒരു ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ശ്ലോകം പഠിച്ചു വെച്ചാൽ അത് നല്ലതാണ്. ധൃതി, ക്ഷമാദമോസ്തേയം, ശൗചമിന്ദ്രിയ നിഗ്രഹ, ധീർവിദ്യ, സത്യമക്രോധോ, ദശകം ധർമ്മലക്ഷണം. ധൃതി, ക്ഷമാദമോസ്തേയം, ശൗചമിന്ദ്രിയ നിഗ്രഹ, ധീർവിദ്യ, സത്യമക്രോധോ, ദശകം ധർമ്മലക്ഷണം മനു പറയുന്നു. അതുപോലെ വേദ, സ്മൃതി, സദാചാര, സ്വസ്യ ച പ്രിയമാത്മന ഏതച്ചതുർവിധം പ്രാഹു സാക്ഷാത് ധർമ്മസ്യ ലക്ഷണമെന്നും പറയുന്നു. വേദ, സ്മൃതി, സദാചാര, സ്വസ്യ ച പ്രിയമാത്മന ഏതച്ചതുർവിധം പ്രാഹു സാക്ഷാത് ധർമ്മസ്യ ലക്ഷണം. വിഷ്ണുസ്മൃതിയിൽ പറയുന്നു, ക്ഷമാ, സത്യം, ദമ, ശൗചം, ദാനമിന്ദ്രിയ സംയമ, അഹിംസ, ഗുരുശുശ്രൂഷ, തീർത്ഥാനുസരണം, ദയ, ആർജവം, ലോഭശൂന്യത്വം, ദേവബ്രാഹ്മണപൂജനം, അനഭ്യസൂയാ ച തഥാ ധർമ്മ സാമാന്യ ഉച്യത്തെ. ബൃഹസ്പതി സ്മൃതിയിൽ പറയുന്നു, ദയാ, ക്ഷമാനസൂയാ ച ശൗചാനായാസമംഗളം, അകാർപ്പണ്യാസ്പൃഹത്വം ച സർവസാധാരണാനി ച. ദേവലമതത്തിൽ ശൗചം, ദാനം, തപഃ, ശ്രദ്ധ, ഗുരുസേവ, ക്ഷമാ, ദയ, വിജ്ഞാനം, വിനയ, സത്യമിതി ധർമ്മസമുച്ചയ. മഹാഭാരതത്തിൽ പറയുന്നു, യേന വസ്തുന പ്രാണിനഃ ഭരണം, പോഷണം, ധാരണം വാ ഭവതി തദ്വസ്തു ധർമ്മപദവാച്യം.
योगक्षेमविधायकः मनुष्यत्वस्य सुरक्षासम्पादकः प्राप्तव्येश्वरस्य प्राप्तिसाधनञ्च उक्तं महाभारते। धारणात् धर्म इत्याहुर्धर्मो धारयते प्रजाः യത്സ്യാദ്ധാരണസംയുക്തഃ സധർമ്മ ഇതി നിശ്ചയഃ. മഹാഭാരതത്തിൽ കർണപർവത്തിൽ പറയുന്നു. തത്രൈവോച്യത്തെ മഹാഭാരതത്തിൽ പിന്നെ പറയുന്നു. ആരണ്യക പർവത്തിൽ വേദോക്ത പരമോ ധർമ്മോ ധർമ്മശാസ്ത്രേഷു ചാപരഃ ശിഷ്ടാചീർണശ്ച ശിഷ്ടാനാം ത്രിവിധം ധർമ്മലക്ഷണം. ഭാരദ്വാജമതാനുസാരം ഭാരദ്വാജമതത്തിൽ യേന കർമ്മണ തമോ ഗുണസ്യ ഹ്രാസഃ സത്വഗുണസ്യ വൃദ്ധിശ്ച ഭവതി തത് കർമ്മ ധർമ്മ ഇത്യുച്യത്തെ. തന്മതാനുസാരം ഗുണത്രയേണൈവ സമഗ്രസൃഷ്ടേർവ്യാഖ്യാനം ഭവതി. തമഃ സത്വയോർമധ്യഭാഗേ രജോ ഗുണഃ വിദ്യത്തെ. സഹ ജ്ഞാനം വാസനാദ്വാരാ രഞ്ജയതി. തദാ തമോ ഗുണഃ വർധത്തെ. തേന ആലസ്യ നിദ്രാ പ്രമാദാദിഭിः തജ്ഞാനമാച്ഛാദിതം ഭവതി. മനുഷ്യസ്തദാ ജഡവദാചരതി. പരന്തു രജോഗുണി കർമ്മ യദാ ശാസ്ത്രീയപ്രക്രിയായാം ക്രിയത്തെ തദാ ജ്ഞാനസ്യ വാസനോപരാഗഃ വിലീയത്തെ. സത്വഗുണസ്യ വൃദ്ധിശ്ച ഭവതി. അയമൈവ ധർമ്മഃ. യാജ്ഞവൽക്യമതത്തിൽ ധർമ്മോ നാമ യജ്ഞസദാചാരദമ അഹിംസാ ദാന സ്വാധ്യായാദിദേശകാലസാപേക്ഷഃ ഇതി. ഭഗവത്ഗീതയെ അനുസരിച്ച് ഭഗവതാദിഷ്ടാഃ ഭഗവത് പ്രാപകോപായാഃ ഭഗവാനെ പ്രാപിക്കാനുള്ള ഉപായങ്ങളായിട്ടുള്ള നാമോച്ചാരണം, നാമസ്മരണം, സർവകർമാർപ്പണം, സർവഭഗവദ്ഭാവഃ തുടങ്ങിയവ ധർമ്മപദവാച്യങ്ങളാണ്. ഭാഗവതസ്യ പ്രഥമേ സ്കന്ധേ ദ്വിതീയാധ്യായേ നിരൂപിതം യത് യേന ഭഗവതി അഹേതുകീ അപ്രതിഹതാ ഭക്തിരുത്പദ്യത്തെ സ ധർമ്മഃ. ഭഗവത്കഥായാം രതിരേവ ധർമാനുഷ്ഠാനം ശേഷശ്രമശ്ച. ഭാഗവതേ നാരദഃ യുധിഷ്ഠിരം പ്രതി കഥയതി. ഭാഗവതത്തിൽ നാരദൻ യുധിഷ്ഠിരനോട് പറയുന്നു, സത്യം ദയാ തപഃ ശൗചം തിതിക്ഷേക്ഷ ശമോദമഃ അഹിംസ ബ്രഹ്മചര്യം ച ത്യാഗ സ്വാധ്യായ ആർജവം സന്തോഷ സമദൃക്സേവ ഗ്രാമ്യേഹോപരമഃ ശനൈഃ നൃണാം വിപര്യയേഹേക്ഷ മൗനമാത്മവിമർശനം അന്നാദ്യാദേ സംവിഭാവോ ഭൂതേഭ്യശ്ച യഥാർഹത തേഷു ആത്മദേവതാബുദ്ധി സുതരാം നൃഷു പാണ്ഡവ ശ്രവണം കീർത്തനം ചാസ്യ സ്മരണം മഹതാം ഗതേ സേവേജ്യാവനതിർദാസ്യം സഖ്യമാത്മസമർപ്പണം. നൃണാമയം പരമോ ധർമ്മ സർവേഷാം സമുദാഹൃത ത്രിംശല്ലക്ഷണവാൻ രാജൻ സർവാത്മാ യേന തുഷ്യതി. അർത്ഥസംഗ്രഹം അനുസരിച്ച് ധർമ്മസ്യ അവ്യാപ്ത്യതിവ്യാപ്ത്യസംഭവാദിദോഷരഹിതം സ്വരൂപം പ്രതിപാദിതം. ദോഷങ്ങളൊന്നുമില്ലാത്ത ലക്ഷണം അർത്ഥസംഗ്രഹത്തിൽ പറയുന്നുണ്ട്. തദ്യഥ അഥ കോ ധർമ്മഃ കിം തസ്യ ലക്ഷണമിതി ചേതുച്യത്തെ യാഗാദിരേവ ധർമ്മഃ. തല്ലക്ഷണം വേദപ്രതിപാദ്യഃ പ്രയോജനവദാർത്ഥോ ധർമ്മ ഇതി. പ്രയോജനെ അതിവ്യാപ്തിവാരണായ പ്രയോജനവദിതി ഭോജനാദൗ അതിവ്യാപ്തിവാരണായ വേദപ്രതിപാദ്യ ഇതി. അനർത്ഥഫലകത്വാദ് അനർത്ഥഭൂതേഷ്വേനാദൗ അതിവ്യാപ്തിവാരണായ അർത്ഥ ഇതി. ന ച ചോദനാലക്ഷണോർത്ഥോ ധർമ്മ ഇതി സൗത്രതല്ലക്ഷണവിരോധഃ ചോദനപദസ്യ വിധിരൂപവേദൈകദേശപരത്വാദിതി വാച്യം. തത്രാപി ചോദനാപദസ്യ വേദമാത്രപരത്വാദ് വേദസ്യ സർവസ്യ ധർമ്മതാത്പര്യവത്വേന ധർമ്മപ്രതിപാദകത്വാദ് ഇതി. ഏതദേവ ധർമ്മസ്യ പ്രകൃഷ്ടം ലക്ഷണം ഭവതി ഇതി വിദുഷാം അഭിപ്രായഃ. അതോത്ര അസ്യ കിഞ്ചിത് വിവരണം പ്രസ്തൂയത്തെ. അർത്ഥസംഗ്രഹത്തിൽ പറയുന്ന ധർമ്മലക്ഷണത്തെക്കുറിച്ച് പറയുകയാണ്. വേദപ്രതിപാദ്യഃ പ്രയോജനവദാർത്ഥോ ധർമ്മഃ ഇത്യത്ര അംശത്രയം വിദ്യത്തെ. ഇവിടെ 3 അംശങ്ങളുണ്ട്.
യഥാ വേദപ്രതിപാദ്യത്വം പ്രയോജനത്വം അർത്ഥത്വം ച. എന്താണ് മൂന്നംശങ്ങൾ ഈ ലക്ഷണത്തിലുള്ളത്? വേദപ്രതിപാദ്യത്വം, പ്രയോജനത്വം, പ്രയോജനത്വം, അർത്ഥത്വം, പ്രയോജനവത്വം. വേദപ്രതിപാദ്യ ഇത്യുക്തേ വേദേഷു വർണ്ണിതാः വിഷയാः. പ്രയോജനവത് ഇത്യുക്തേ പ്രയോജനവിശിഷ്ടः. അർത്ഥ ഇത്യുക്തേ ബലവദനിഷ്ടസ്യ അജനകത്വമിതി. ഇത്തം വേദവിഹിതവിധിവിഷയത്വേ സതി പ്രയോജനവത്വേ സതി ബലവദനിഷ്ടജനകത്വം ധർമ്മസ്യ ലക്ഷണമിതി ധർമ്മസ്യ ഫലിതാർത്ഥഃ. അപ്പോൾ അർത്ഥസംഗ്രഹം അനുസരിച്ച് എന്താണ് ധർമ്മത്തിൻ്റെ ലക്ഷണം? വേദവിഹിത വിധിവിഷയത്വേ സതി പ്രയോജനവത്വേ സതി ബലവദനിഷ്ട അജനകത്വം ധർമ്മസ്യ ലക്ഷണം. യഥാ യജേത സ്വർഗകാമ ഇതി വേദവാക്യേന യാഗഃ വേദവിഹിതഃ വിധിവിഷയഃ സ്വർഗോപലബ്ധിഃ പ്രയോജനം യാഗാദ് അർത്ഥഹാനി ശരീരപീഡാദി സാമാന്യാനിഷ്ടാഃ നതു ബലവദനിഷ്ടാശ്ച. അതഃ ധർമ്മലക്ഷണാധാരേണ വേദവിഹിതോ യാഗോ ധർമ്മ ഇത്യുച്യത്തെ. യദി ധർമ്മസ്യ ലക്ഷണേ വിദ്യമാനേഷു ത്രിവിധേഷു പദേഷു ഏകസ്യ അഭാവോ ഭവതി തർഹി അവ്യാപ്ത്യാദിലക്ഷണദോഷൈർലക്ഷണമിദം ദുഷ്ടം സ്യാത്. യഥാ വേദപ്രതിപാദ്യസ്യാഭാവേ വേദപ്രതിപാദ്യത്വേ സതി എന്ന് വേദപ്രതിപാദ്യ എന്നുള്ള അംശം പറഞ്ഞില്ലെങ്കിൽ ലൗകിക ഭോജനാദികർമ്മണി ലക്ഷണസ്യ അതിവ്യാപ്തിർഭവതി. പ്രയോജനവദിത്യസ്യാഭാവേ സ്വർഗാദിഫലമപി ധർമ്മഃ സ്യാത്. അർത്ഥ ഇത്യസ്യാഭാവേ ശത്രുക്ഷയകാമഃ ശേനേനാഭിചരൻ യജേത ഇത്യാദൗ ലക്ഷണസ്യ അതിവ്യാപ്തിഃ ഭവേത്. അത്ര ശേനയാഗഃ വേദവിഹിതഃ ശത്രുക്ഷയരൂപപ്രയോജനവിശിഷ്ടശ്ച അസ്തി. പരന്തു അത്ര അവൈധോപായേന പ്രാണിഹിംസയാ നരകപാതഃ ജായത്തെ. തസ്മാദയം യാഗഃ ബലവദനിഷ്ടനരകസ്യ ജനകോ ഭവതി. ഏവം സൂത്രകാരേണ ജൈമിനിന ഉക്തം. സൂത്രകാരനായിട്ടുള്ള ഇപ്പോൾ അർത്ഥസംഗ്രഹത്തിലെ ലക്ഷണം പറഞ്ഞു. അപ്പോൾ ജൈമിനി മഹർഷി പറയുന്ന ലക്ഷണം എന്താണ്? ചോദനാലക്ഷണോർത്ഥോ ധർമ്മഃ ഇതി. ധർമ്മലക്ഷണേ വേദസ്യ കേവലം ഏകസ്യ ഭാഗസ്യൈവ ഗ്രഹണം ഭവതി. വേദസാധാരണതയാ പഞ്ചവിധോ ഭവതി. യഥാ വിധിമന്ത്രനാമധേയനിഷേധാർത്ഥവാദാശ്ച. ചോദനാലക്ഷണോർത്ഥോ ധർമ്മ ഇത്യുക്തേ വിധിരൂപവേദപ്രതിപാദ്യാർത്ഥ ഏവ ധർമ്മ ഇതി വക്തും ശക്യത്തെ. അतः സൂത്രഗതലക്ഷണം പ്രകൃതലക്ഷണേന സഹ വിരോധിത്വം ജനയതി. അതോത്ര ചോദനാശബ്ദസ്യ അർത്ഥസമ്പൂർണ്ണവേദ ഇതി ഗ്രഹണീയഃ. ചോദന എന്നുള്ള പദത്തിന് ജൈമിനി മഹർഷി പറഞ്ഞു ചോദനാലക്ഷണോർത്ഥോ ധർമ്മഃ എന്ന്. അപ്പോൾ ഇവിടെ ചോദനാപദത്തിന് സമ്പൂർണ്ണ വേദമെന്ന് എടുക്കണം അർത്ഥം. തസ്മാദുക്തം വേദോഖിലോ ധർമ്മമൂലം ഇതി. एवं निष्कर्षरूपेण वक्तुं शक्यते यत् यदेव तत्त्वं मानवानां स्फूर्तिजनकत्वम् अन्तश्चेतनाप्रबोधकं सत्कर्मणि प्रवर्तकञ्च तदेव धर्मशब्दवाच्यं. मानवलोकपरित्रायकः समुन्नतिसाधकः अवनतिनिरोधकः ज्ञानविज्ञानशौर्यादिगुणसम्पादकः आस्तिक्यादिप्रवर्तकश्चेति धर्मः. तस्मादुच्यते आचारो परमो धर्मः श्रुत्युक्तः स्मार्त एव च. तस्मादस्मिन् सदा युक्तः नित्यं स्यादात्मवान् द्विजः. नमस्ते.